ഇനി ഞങ്ങൾ മഞ്ഞൾ കഴുകുന്ന പണിയിലാട്ടോ. ഇതാ മഞ്ഞളിലെ കല്ലൊക്കെ പെറുക്കി മാറ്റിയതിന് ശേഷമാണ് കഴുകുന്നത്. ഞങ്ങൾ 50 കിലോയുടെ ചാക്കിൻ്റെ അകത്തെ കല്ലുകളായത് ഇതുണ്ടോ. അപ്പോൾ ഈ കല്ലുകളൊക്കെ ആദ്യം ഞങ്ങൾ പെറുക്കിയതിന് ശേഷം കഴുകി ഉണക്കിയിട്ടാണ് പൊടിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ചിതാ കഴുകി വാരി കൊട്ടയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങാനിട്ട വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഉണക്കിയതിന് ശേഷം പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ മഞ്ഞളൊക്കെ നമ്മൾ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ പൊടി നന്നായിട്ട് ഇട്ടിട്ടില്ല. നല്ല ഉണങ്ങിയതായതുകൊണ്ട് എത്ര നാളിരുന്നാലും കേടുവരികയൊന്നുമില്ല. പിന്നെ മഞ്ഞളിൻ്റെ ഗുണങ്ങൾ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. രാവിലെയൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞളിട്ട് കലക്കി ഒഴിച്ചാൽ ഒരുപാട് പ്രതിരോധശേഷി ഉണ്ടാവുകയും അതുപോലെ നമ്മൾ ഭക്ഷണത്തിലൊക്കെ എന്തായാലും എല്ലാവരും ഉൾപ്പെടുത്തുന്നതാണല്ലോ. പക്ഷേ ആ കഴിക്കുന്ന മഞ്ഞളും ഏത് ഭക്ഷണ സാധനമാണെങ്കിലും അത് മായമില്ലാത്ത ശുദ്ധവുമാണെന്ന് നമ്മൾ ഉറപ്പായിരിക്കണം. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോഡക്റ്റും നമ്മൾ ഒരു മായങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്നും പറയുന്ന പോലെ മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമ്മൾ എവിടെയാണെങ്കിലും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണോട് അമർത്തുവാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക.